ഈ കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടുപോയി ഓർഗൻസൊക്കെ വിൽക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട്. അതുപോലെ സ്ത്രീകളെ, കുട്ടികളെയും റേപ്പ് ചെയ്ത് അബ്യൂസ് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. അവരെയൊക്കെ കൈ കിട്ടിയാണ്ടല്ലോ ഇതുപോലെ ഇത് വെച്ചിട്ട് അവരുടെ തലമണ്ട തല്ലി പൊളിക്കണം. അത് കയ്യോ കാലോ തലയോ ബോഡി പാർട്സോ കയ്യോ കാലോ അങ്ങനെയൊന്നും നോക്കരുത്. പിന്നീട് അവർ ജീവിതത്തിൽ ഇതുപോലുള്ള സംഭവം ചെയ്യാൻ പാടില്ല. അതാണ് വേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇന്നലെ ഒരു സിനിമ കണ്ടിരുന്നു. ദ ഫ്യൂരിയസ് എന്നാണ് സിനിമയുടെ പേര്. ഒരു ചൈനീസ്, ഹോങ്കോങ്, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ റിലീസായി ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ദ ഫ്യൂരിയസ് സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, പടം തുടങ്ങിയത് മുതൽ പടത്തിൻ്റെ അവസാനം വരെ അടിയോടടിയാണ്. ഇടിയോടടി എന്ന് പറഞ്ഞാൽ മരനടി, ഒന്നൊന്നര ഇടി. ആക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ആക്ഷൻ. കുറേ കാലത്തിന് ശേഷം തിയേറ്ററിൽ ഇങ്ങനൊരു ആക്ഷൻ പടം കണ്ടിട്ട് കുറേ കാലമായി. അടി എന്ന് പറഞ്ഞല്ലോ ബ്ലഡ് ഷീറ്റ് പരിപാടിയാണ്. ചോര തുപ്പുന്ന അടി, മരണടി. സ്ട്രെയിറ്റ് ടു സ്ട്രെയിറ്റ് ഫൈറ്റാണ്. ഇത് ഹാൻഡ് ടു ഹാൻഡ് ഫൈറ്റ് എന്നൊക്കെ പറയില്ല. ഈ മാർഷൽ ആർട്സ്, കുങ്ഫു ടൈപ്പ് ആക്ഷൻസ് ആണ്. അല്ലാണ്ട് ഈ മെഷീൻ ഗണ്ണ്, ബോംബ് പരിപാടി, ഗൺ ഷോട്ട് അങ്ങനെയുള്ള പരിപാടിയൊന്നുമല്ല. സ്ട്രെയിറ്റ് ടു സ്ട്രെയിറ്റ് ഇറങ്ങി കളിക്കുക. ലോക്കൽ ഫൈറ്റ് എന്നൊക്കെ പറയില്ല, അമ്മാതിരി ഫൈറ്റാണത്. മുഖത്തോ കണ്ണോ കയ്യോ തലയോ അങ്ങനെയൊന്നും നോക്കുന്നില്ല. ആരൊക്കെ മുമ്പിലുണ്ടോ അവർക്ക് കട്ടിയാണ്, അടിയോടും അടിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇതിൽ ഹാമർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഹീറോ ഒരു ഫൈറ്റ് സീക്വൻസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് പറയുക, ഹാമർ വെച്ചിട്ട് ഫുള്ളും ഗാങ്സ്റ്റേഴ്സിനെ അടിച്ച്, എന്താ പറയുക, അടിച്ച് പൊളിച്ചെടുക്കുന്ന സീൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പീക്ക് സാറ്റിസ്ഫാക്ഷനാണ്. അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടോ, ഇപ്പോൾ കത്തിയാണെങ്കിലും ശരി, ഹാമർ ആണെങ്കിലും ശരി, അടുത്ത് വേറെ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിലും ശരി, അതൊക്കെ ഉപയോഗിച്ചിട്ട് ഫൈറ്റ് ചെയ്യുന്നൊരു സീക്വൻസ് ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. അതുപോലെ തന്നെ ഇതിൽ ഹീറോൻ്റെ മകളും, അതായത് നായകനും മകളും കൂടെ ഒരു ചേസ് സീനുണ്ട്. ബൈക്കിൽ പോകുന്നൊരു സീനുണ്ട്. അതിൽ മകളുടെ കയ്യിൽ ഇതേപോലെ ഒരു ഹാമർ ഉണ്ട്. അത് വെച്ചിട്ട് ചുറ്റുമുള്ള ആളുകളെ അട്ടിക്കുന്നൊരു സീക്വൻസ് ഉണ്ട്. അത് നമുക്ക് കൺവിൻസ് ആവും. കാരണം ഇത് ചെറിയ കുട്ടിയാണ്. പക്ഷെ ആ കൊച്ചിനെ കൊണ്ട് ഇതൊക്കെ സാധിക്കും നമുക്ക് ചില സമയത്ത് തോന്നിപ്പോകും. പക്ഷെ അങ്ങനെയൊന്നും നമുക്ക് ഈ സീന് കാണുമ്പോൾ തോന്നില്ല. ചില സിനിമകളൊക്കെ കാണുമ്പോൾ, ഇങ്ങനത്തെ സീക്വൻസ് ഒക്കെ കാണുമ്പോൾ, ഇത് ഒറിജിനലാണോ, ഇവരെ കൊണ്ട് ഇത് സാധിക്കും, ഇത് ഡ്യൂപ്പായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, ഇത് വല്ല സി ജിയിലും ചെയ്തതായിരിക്കും. പക്ഷെ ഇത് കാണുന്ന സമയത്ത് നമുക്ക് ആ കൊച്ചിനെ കൊണ്ട് അത് പറ്റും. ആ സീൻസ് നമുക്ക് പക്ക സാറ്റിസ്ഫാക്ഷൻ ആവും. അത് ചുറ്റും എന്താ പറയുക, ആളുകൾ, ഗാങ്സ്റ്റേഴ്സ് ഫുള്ളും ഉണ്ടായിരിക്കും. ആ ബൈക്കിൽ പോകുന്ന സമയത്ത് ആ ഹാമർ വെച്ചിട്ട് അടിക്കുന്ന സീക്വൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേറെ ലെവലാണ്. നമ്മളൊരു വലിയ തിയേറ്ററിൽ നല്ല ഓഡിയോ ക്വാളിറ്റി, നല്ല വിഷ്വൽ ക്വാളിറ്റിയും നല്ല ക്രൗഡഡ് ആയിട്ടുള്ള ആളുകളുടെ കൂടെയൊക്കെ ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു അഡ്രാലിൻ റഷ് ഉണ്ടല്ലോ, ആ ഗൂസ് ബം മൂമെൻറ്റ്സ്, അത് സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ആ ഫീൽ ഉണ്ടല്ലോ, ആ രോമാഞ്ചിഫിക്കേഷൻ നമുക്ക് അപ്പട്ട തന്നെ കിടക്കും. അതാണ് ഈ സിനിമയുടെ സ്പെഷ്യാലിറ്റി തന്നെ. നമ്മൾ ആക്ഷൻ സിനിമ കാണാൻ തീരുമാനിക്കുകയാണെങ്കിൽ, ഒരു ആക്ഷൻ സിനിമ കാണണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോകാൻ പറ്റിയൊരു സിനിമ തന്നെയാണത്. ഇത് ലോജിക്കൊന്നും നോക്കാനില്ല, ആക്ഷൻ പടത്തിന് വേണ്ടി തീർച്ചയായിട്ടും കാണാൻ പറ്റും. ഇതിൻ്റെ പ്ലോട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾറെഡി ഇതിൻ്റെ ട്രെയിലറിൽ നമുക്ക് കാണിച്ചിട്ടുണ്ടായിരിക്കും. ഇത് സ്പോയിലറൊന്നുമല്ല. ഫാമിലിയിൽ ഒരു അച്ഛനും മകളും ഉണ്ട്. അതായത് ഹീറോയുടെ മകൾ. ആ മകളെ കുറച്ച് ആളുകൾ ചേർന്ന് തട്ടിക്കൊണ്ടുപോകും. സോ അവരെ കണ്ടുപിടിക്കാൻ വേണ്ടി ഹീറോ പോകുന്നതാണ് സിനിമയുടെ പ്ലോട്ട്. ഇത് നമ്മൾ പുതിയ ഫ്രഷ് ആയിട്ടുള്ള കഥയൊന്നുമല്ല. ഒരുപാട് സിനിമയിൽ നമ്മൾ കണ്ടു മടുത്ത് പറഞ്ഞു കേട്ടതും കണ്ടതുമായിട്ടുള്ളൊരു സ്റ്റോറി തന്നെയാണ്. പുതുമയൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ വീക്ക് സ്ക്രീൻ പ്ലേ ആണ്. അതാണ് ഇതിൻ്റെ നെഗറ്റിവിറ്റി. പ്രത്യേകിച്ച് നമുക്ക് ഇമോഷണലായിട്ട് കണക്റ്റ് ഒന്നും തോന്നുന്നില്ല. പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ഇമോഷണൽ കണക്റ്റ് ആയിട്ടൊന്നും തോന്നിയില്ല. പടത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നു, മകളെ കണ്ടുപിടിക്കാൻ വേണ്ടി നായകൻ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അതെന്തെങ്കിലും സംഭവിക്കുമോ, അങ്ങനെ നമുക്കൊരു വിഷമം വരുമോ, നമുക്കൊരു ഫീൽ ആവുമോ, അങ്ങനെയൊന്നും തോന്നിയില്ല. അതാണ് എനിക്ക് ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. ആക്ഷനാണ്, ആക്ഷൻ കോറിയോഗ്രാഫി. അവർ ചെയ്തിരിക്കുന്ന ആക്ഷൻസ് ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇവർ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഷൂട്ടൊക്കെ എങ്ങനെയാണ് ഇവർ എടുത്തിരിക്കുന്നത്. ഇവർ ശരിക്കും എന്താ പറയുക, സിനിമ കണ്ട് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇവർ ശരിക്കും അഭിനയിച്ചതാണോ, അത് ജീവിച്ചതാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അതായത് അഭിനയിക്കുകയാണെങ്കിൽ എങ്ങനെ അഭിനയിക്കാൻ പറ്റും, അമ്മാതിരി അടിയാണ്. കാരണം ഇതിൻ്റെ റിയൽ ഫൈറ്റ് നമ്മളില്ലേ, റിയൽ ഫൈറ്റ് എങ്ങനെ ഉണ്ടോ അതേപോലെയാണ് നമുക്കത് ഫീൽ ആവുക. സ്റ്റണ്ട് കോറിയോഗ്രാഫി ചെയ്ത ആൾ, സിനിമാട്ടോഗ്രാഫർ, ഇവരൊക്കെ അത് എങ്ങനെയാണത് മേക്ക് ചെയ്തെടുത്തതെന്ന് സത്യം പറഞ്ഞ സംശയമാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൽ വില്ലന്മാർ കട്ട സ്ട്രോങ് ആണ് കേട്ടോ. കാരണം വില്ലന്മാർ സ്ട്രോങ് ആയാണ് ആ പടത്തിനൊരു ഇമ്പാക്റ്റ് ഉള്ളൂ എന്ന് പറയില്ല. അതേപോലെ തന്നെ ഇതിൽ കുറേ വില്ലന്മാർ വരുന്നുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള 2-3 വില്ലന്മാരുണ്ട്. സോ എന്താ പറയുക, അവരായിട്ടുള്ള ഫൈറ്റ് ഉണ്ടല്ലോ, ഇത് നായകന് അടി കിട്ടുന്നുണ്ട്, നായകൻ തിരിച്ചും അടി കൊടുക്കുന്നുണ്ട്. അല്ലാണ്ട് നായകൻ ഫുൾ അടി അങ്ങനെയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചറപറാന്ന് അടി കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സിലൊക്കെ ഒരു ഫൈറ്റ് സീക്വൻസ് വരുന്നുണ്ട്. ഏകദേശം ഒരു 10-13 മിനിറ്റോളം ഫൈറ്റ് ഉണ്ട്. ചെറിയ കോൺവെർസേഷൻ ഇടയിൽ വന്നു പോകുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അടിപൊളി ഫൈറ്റാണത്. അത് 5 പേരുണ്ട്, മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ഫൈറ്റാണ്. അതൊക്കെ എങ്ങനെയാണ് ഇവർ എടുത്തിരിക്കുന്നതെന്ന് അറിയില്ല. ഹീറോൻ്റെ പേര് സി മിയോ എന്നാണ് പുള്ളിയുടെ പേര്.
ആളെ ആദ്യം കാണിക്കുമ്പോൾ എനിക്ക് എന്താ പറയുക, പുള്ളിയാണ് ഇതിൻ്റെ ഹീറോ, അല്ലെങ്കിൽ കണ്ടു ഇതിനെക്കുറിച്ചുള്ള മൗത്ത് പബ്ലിസിറ്റി കാര്യങ്ങളെല്ലാം കേട്ട് ഇതൊരു ഭയങ്കര അന്യായ ആക്ഷൻ പടം എന്നൊക്കെ കേട്ട് നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ ഇയാളുടെ ഫസ്റ്റ് ഒരു അപ്പിയറൻസ്, ആ കുറച്ച് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് സീൻസൊക്കെ കാണുമ്പോൾ ഇയാളെ കൊണ്ട് ഇതൊക്കെ നടക്കുമോ, ഇയാൾ എങ്ങനെയാണ് ഈ ഫൈറ്റൊക്കെ ചെയ്യാമെന്നൊരു തോന്നലുണ്ടാവും. പക്ഷെ പടം കുറച്ച് മൂവായി കുറച്ച് ട്രാക്കിലോട്ട് കയറുമ്പോൾ പുള്ളിയുടെ ഒരു ആക്ഷൻ ഉണ്ട്, പുള്ളിയുടെ ഒരു വരവുണ്ട്, അവിടെ നിന്നിട്ട് പടം ഓണാവും. അപ്പോൾ നമുക്ക് തോന്നും ഓ ഇങ്ങനെയാണ് ശരിയായ കാസ്റ്റിങ്, ഇങ്ങനെ കൊണ്ട് പറ്റും, ഇയാളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നും. അതാണ് അതിൻ്റെ ഫൈറ്റ്. ഓരോ ഇടിയുണ്ടല്ലോ അമ്മാതിരി ഇടിയാണ്. പക്ഷേ പുള്ളിക്ക് അധികം ഹൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ആൾ ചെയ്യുന്ന ആ മൂവ്മെൻറ്റ്സ് ഉണ്ടല്ലോ, ലെഗ് മൂവ്മെൻറ്റ്സ്, ഹാൻഡ് മൂവ്മെൻറ്റ്സ്, ആ കുങ്ഫു സ്റ്റൈലിലുള്ള മാർഷൽ ആർട്സും കാര്യങ്ങളും എല്ലാം അത്ര പെർഫെക്ഷനാണ് അതിൽ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ലോക്കൽ അടി എന്നൊക്കെ പറയില്ലേ, ഇറങ്ങി കളിച്ചിട്ടുള്ള ഫൈറ്റ്സാണ് ഇതിലുള്ളത്. ഇതിലൊരു വില്ലൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരു മൊട്ടത്തലയനൊക്കെ ആയിട്ട് ഒരു വില്ലൻ ഉണ്ട്. പുള്ളി കുറച്ച് ഫാറ്റായിട്ട് പുള്ളിയുടെ ഒരു എന്താ പറയുക ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ തന്നെ നമുക്കൊരു ചിരി വരും. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സെറ്റപ്പാണ്. പക്ഷെ പുള്ളിയുടെ ഇടി എന്ന് പറഞ്ഞാൽ അന്യായ ഇടി കിട്ടും. പക്ഷെ തിരിച്ച ആളൊക്കെ എത്ര ഡീറ്റെയിലും ഒന്നും പറ്റൂല. പുള്ളിയുടെ ഒരു പിടുത്തൊക്കെ ഉണ്ട്, ക്ലോസ് ആയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കും. ഹീറോ ആണെങ്കിലും ശരി, ആളാണെങ്കിലും ശരി, ആ പിടി വിടാൻ തന്നെ ഭയങ്കര കഷ്ടപ്പാടാണ്. പക്ഷേ ഇതിൽ വേറെ എന്താ ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വില്ലൻ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ ഈ ക്യാരക്ടർ, ഇയാളെ കുറേ അടി കിട്ടി ഇയാൾ ചത്തു എന്ന് വിചാരിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അതാ വീണ്ടും എണീച്ച് വരുന്നു, പിന്നെ അടി കിട്ടി പഞ്ഞിക്കിടും. പക്ഷെ പിന്നെയും കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ നിന്ന് എണീച്ച് വരുന്ന കാണാം. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അത്. നമുക്കത് കൺവീൻസ് ആവട്ടോ. അതായത് ചില ആളുകൾക്ക് 2 ഇടി കിട്ടി കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരുമ്പോൾ നമുക്ക് തോന്നും ഓ ഇയാൾക്ക് ഇടി കിട്ടിയില്ല, ഇയാൾ ചത്തുപോയില്ലെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഈ ക്യാരക്ടർ അങ്ങനെയല്ലേ. നമുക്കത് അതാണ് അവർ എടുത്തു വെച്ചേക്കുന്ന വിധം അങ്ങനെയാണ്. ആ ക്യാരക്ടർ സ്ട്രെച്ചിങ്, ആ ക്യാരക്ടർ ആർക്ക് എന്നൊക്കെ പറയില്ല, നമുക്കത് കൺവീൻസ് ആവുന്ന വിധമാണ് എല്ലാ ക്യാരക്ടറും ഇതിൽ ചെയ്തിരിക്കുന്നത്. ക്യാരക്ടർ ഓൾറെഡി ഒരു സ്റ്റണ്ട് കോറിയോഗ്രാഫറാണ്. പക്ഷേ പുള്ളി എല്ലാ സിനിമയ്ക്കും സ്റ്റണ്ട് കോറിയോഗ്രാഫർ ചെയ്തേക്കുന്നത്. ഡയറക്ടറുടെ പേര് കെഞ്ചി തനിഗായി എന്നാണ്. ഒരു ജപ്പാനീസ് ഡയറക്ടറാണ്. ഇതിനു മുമ്പ് കുറച്ച് മാർഷൽ ആർട്സ് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പുള്ളി ബേസിക്കലി ഒരു സ്റ്റണ്ട് കൊറിയോഗ്രാഫറാണ്. പക്ഷേ ഈ സിനിമ ചൈനീസ് റീജിയണൽ ലാംഗ്വേജിലാണ് അവരുടെ, പിന്നെ ഇംഗ്ലീഷിലും ഉണ്ട്. ഓൾ ഓവർ ദ വേൾഡ് ഇംഗ്ലീഷിലാണ്. നമ്മളൊക്കെ കാണുന്നത് ഇംഗ്ലീഷ് വേർഷനാണ്. അതിന് സബ് ടൈറ്റിൽ ഇല്ല. പടത്തിൽ ഓൾമോസ്റ്റ് സീൻസൊക്കെ വരുന്നത്, ഡയലോഗ്സ് വരുന്നത് ഇംഗ്ലീഷിലാണ്, പക്ഷേ സബ് ടൈറ്റിൽ ഇല്ല. പിന്നെ അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ സംസാരിക്കുന്നുണ്ട്. അത് ചൈനീസാണോ കണ്ടോണീസാണോ എന്ന് എനിക്കറിയില്ല. അവരുടെ ലാംഗ്വേജിൽ സംസാരിക്കുന്നത് സബ് ടൈറ്റിലായിട്ട് വരുന്നുണ്ട്. അത് കുറച്ച് സീൻസൊക്കെ ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സീൻസൊക്കെ സബ് ടൈറ്റിലായിട്ട് വരുന്നുണ്ട്. പക്ഷേ അല്ലാതെ ഒരു ഓവറോൾ പടം വരുന്ന സമയത്ത് അങ്ങനെ സബ് ടൈറ്റിൽ ഇല്ല. പക്ഷേ അത് നമുക്കൊരു എന്താ പറയുക നെഗറ്റീവായിട്ട് തോന്നും. കാരണം ചില ഫൈറ്റ് സീൻസും പിന്നെ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയാസിലുള്ള ഇതൊക്കെ വരുമ്പോൾ അവിടെ ഡയലോഗ്സ് ഒക്കെ ഉണ്ട്, അത് ചിലപ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. ഇതുപോലെ തന്നെ എന്നുള്ള സിനിമ നമ്മൾ പറയുന്നത് ഒബ്സഷനിലും എന്താ കാണാൻ പോയപ്പോഴും സബ് ടൈറ്റിലില്ല. അതിന് ഫുൾ ആൻഡ് ഫുൾ ഇംഗ്ലീഷാണല്ലോ, വേറെ ലാംഗ്വേജ് ഒന്നും പറയാത്തതുകൊണ്ട് അതിന് ഫുൾ ഒരു സീനിൽ പോലും അതിന് പിന്നെ ഫുൾ ആൻഡ് ഫുൾ ഒന്നും സബ് ടൈറ്റിലേ ഇല്ല. സോ അങ്ങനത്തെ പടങ്ങളൊക്കെ വരുമ്പോൾ സബ് ടൈറ്റിൽ ഇടുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പോയിട്ട് കാണേണ്ട ഒരു സിനിമ ടൈറ്റിൽ കണ്ട ഒരു ഫീലും കിട്ടത്തില്ല. പക്ഷേ ഇതാണോ സിനിമ എന്നൊക്കെ തോന്നും. പക്ക അന്യായ ആക്ഷൻ സിനിമ കാണണം എന്ന് ആ ഒരു ഫീൽ കിട്ടണമെങ്കിൽ തിയേറ്ററിൽ നല്ലൊരു ക്വാളിറ്റിയുള്ള സ്ക്രീനിലും പോയിട്ട് സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എന്താ പറയുക ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും കിട്ടും. പിന്നെ ഇത് ബ്ലഡ് ഷീറ്റ് പരിപാടി എന്താ പറയുക വയലൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികളെ കൊണ്ട് പോകാത്താണ് ബെറ്റർ. ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം മെൻഷൻ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.